കഴിഞ്ഞ വീഡിയോയിൽ ചൂട് കൂടുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഹൈ ടെമ്പറേച്ചർ ഇൻഡെക്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? 35°C മാത്രം ഉള്ളപ്പോൾ പോലും എന്തുകൊണ്ടാണ് അത് 45°C പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നത് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഹീറ്റ് ഇൻഡെക്സ് കൂടുന്നതിൻ്റെ പ്രധാന റീസൺ ഹ്യൂമിഡിറ്റിയാണ്. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിൻ്റെ ഭാഗമായി ഇവാപ്പറേഷൻ റേറ്റ് കൂടുന്നു. കേരളത്തിൽ ഏകദേശം 590 കിലോമീറ്റർ നീളത്തിൽ കടൽ തീരമുണ്ട്. ഇവാപ്പറേഷൻ റേറ്റ് കൂടുന്നതനുസരിച്ച് കടൽവെള്ളം നീരാവിയാകുന്നതിൻ്റെ വേഗതയും വർദ്ധിക്കുന്നു. അതുമൂലം കേരളം ഒരു കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് അറേബ്യൻ സീയിൽ നിന്ന് വരുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് എത്തുന്നു. ഇത് അറ്റ്മോസ്ഫിയർ ഹ്യൂമിഡിറ്റി വല്ലാതെ കൂട്ടുന്നു. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൂളിംഗ് സിസ്റ്റം തകരാറിലാവും. വിയർപ്പ് ആവിയായി പോകുമ്പോഴാണ് നമ്മുടെ ശരീരം തണുക്കുന്നത്. എന്നാൽ ഹൈ ഹ്യൂമിഡിറ്റി കാരണം വിയർപ്പിന് ഇവാപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിനുള്ള ചൂടിനെ കുറയ്ക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ചൂട് വളരെ കൂടുതലായി ഫീൽ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിനെ നമ്മളൊരു സ്പോഞ്ച് പോലെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ സ്പോഞ്ച് ഡ്രൈ ആയിരിക്കുമ്പോൾ മാത്രമേ അതിന് പെട്ടെന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു സ്പോഞ്ചിന് ഇനിയും വാട്ടറിനെ അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഹ്യൂമിഡിറ്റി കൂടുന്നതനുസരിച്ച് ഹീറ്റ് ഇൻഡെക്സും കൂടുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹ്യൂമിഡിറ്റി ഇത്രയും കൂടുന്നത്? പണ്ട് ഇത്രയും ഹ്യൂമിഡിറ്റി ഇല്ലായിരുന്നല്ലോ. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ.